ഒരു വാട്ടർ ബെഡിൽ, കാരണം ആർക്കും കൈകൊണ്ട് ദേഹത്തെ എടുക്കാൻ വയ്യ വേദന കൊണ്ട്, 4 ബെഡ്ഷീറ്റിന് അടിയിലിട്ടിട്ട് ബെഡ്ഷീറ്റിന്റെ 4 കോണിലും പിടിച്ച് ബെഡ്ഷീറ്റോട് കൂടി ആ വാട്ടർ ബെഡിൽ എടുത്ത് കിടത്തുന്നത്. അനക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ കിടത്തി. ഞാൻ നിരാശപ്പെട്ടില്ല. സ്തോത്രം. തിരിച്ച് ഞാൻ പുഷ്പഗിരിയിലേക്ക് പോകുമ്പോൾ എന്റെ ഭർത്താവ് നടന്നവിടെ ചെല്ലും. എന്റെ ഉള്ളിൽ ഇങ്ങനെ അവിശ്വാസം. സ്തോത്രം. എവിടുന്നായി ധൈര്യം കിട്ടുന്നത്? ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ഇല്ലാത്തവനെ ഉളവാക്കാൻ കഴിയുന്ന ദൈവമാണ്. സ്തോത്രം. അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു. 56-ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ മുളക്കുഴ സഭയിൽ ആരാധനയ്ക്ക് പോകുവാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, 8:30 എന്നോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ യേശു എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എന്നെ അദ്ദേഹം വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ട മനുഷ്യനാകട്ടോ. ഇന്ന് റിപ്പോർട്ടുകളെല്ലാം കയ്യിലുണ്ട്. ഡോക്ടർമാർ എഴുതിയ വിധിയെഴുത്ത് കയ്യിലിരിപ്പുണ്ട്. രേഖകളെല്ലാം കയ്യിലുണ്ട്. സ്തോത്രം. 56-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, എന്റെ കൈക്ക് പിടിക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചു. സ്തോത്രം. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കാല് താഴോട്ടിട്ട് കട്ടിലിൽ എഴുന്നേറ്റ് വാട്ടർ ബെഡിൽ ഇരിക്കുന്നത്. ഇരുന്നു. ബാത്റൂമിൽ കൊണ്ടുപോയി ഒരു സ്റ്റൂളിന്റെ പുറത്ത് വെള്ളം പൊക്കി വെച്ചു കൊടുത്തു. 56-ാമത്തെ ദിവസം തന്നെ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചു. അവിടുന്ന് കുളിമുറിയിൽ നിന്ന് തന്നെ നടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കണം. ഞാനിത് പറയുമ്പോ നിങ്ങൾ കേട്ടേച്ച് മാർക്കിട്ടേച്ച് പോകാനല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അതിവിടെയുള്ള ദൈവമക്കളും അനുഭവിച്ചറിയണം. ശൈലമന ഹസ്തുരാധികത്തുരികരവ ശന്തം ഹസ്തുരവൈലമനകരകടകത്തുരകരവ ശന്തുരവരകച്ച് റൈത്തതാൽജെ 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 വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. 62-ാമത്തെ ദിവസം ഞാൻ ഒരു വീട്ടിലേക്ക് പോയി. ഒരു വീടെന്ന് പറഞ്ഞാൽ ഇനി കിടന്നാൽ രക്ഷയില്ല, കിടക്കാതിരിക്കും നല്ലതെന്ന് പറഞ്ഞ അമ്മച്ചിയുടെ മരുമോൾ ഏതോ വിഷയത്തിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടം വരെ പോയി. പോയതിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ കുളിപ്പിച്ച് അതേ ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ ബെഡിൽ കിടത്തിയേച്ച് പോകുന്നത് പോലെ കിടത്തിയേച്ച് പോയതാ. തിരിച്ചു വന്നപ്പോൾ കാർ പോർച്ചിൽ കാറ് നനഞ്ഞു കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ ആരാ വന്നേ? കാറ് നനഞ്ഞു കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, 3 മാസം തികഞ്ഞാ പറയും മെഡിക്കൽ കൊണ്ട് വിടുതൽ കിട്ടിയതാണ്. ഇപ്പൊ കാല് ഒരെണ്ണം ഇങ്ങനെ വലിച്ചു വലിച്ചു വെക്കാറായതേ ഉള്ളൂ. ഒരു കാലിന് വലിയ പ്രശ്നമില്ല. ഈ വലിച്ചു വലിച്ചു വെക്കുന്ന കാലുമായി പിടിച്ച് ഭിത്തിയിലൊക്കെ പിടിച്ച് ഗ്രില്ലിലൊക്കെ പിടിച്ച് കാർ പോർച്ചിൽ ചെന്ന് ഇറങ്ങി കാറിന്റെ ഡോറ് തുറന്നിട്ട് 2 കാലും കൈകൊണ്ട് പിടിച്ച് കാറിനകത്ത് വെച്ചിട്ട് കാർ എടുത്ത് 24 കിലോമീറ്റർ ഓടിച്ചു. 12 കിലോമീറ്റർ ഞങ്ങൾ താമസിക്കുന്ന ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തുനിന്ന് കൊച്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലം വരെ ഓടിച്ചു പോയി. ഓടിച്ചിട്ട് തിരിച്ച് അവിടുന്ന് ഓടിച്ചു കൊണ്ടുവന്ന് കാർ പോർച്ചിനകത്ത് ഇട്ടേച്ച് സുഖമായി പുള്ളി ബെഡേ കിടക്കുക. സ്വന്തം ദൈവത്തിന്റെ പ്രവൃത്തി നീ വിശ്വസിക്കുമ്പോഴാ വ്യാപരിക്കുന്നത്. ാമത്തെ ദിവസം ഈ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. വീണ്ടും ചെക്കപ്പിനായി ചെന്നപ്പോൾ ന്യൂറോ സർജൻ ഡൊമിനിക് ആൻഡോയും രാജു മാനൂരാനും ഇവർ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും കസേരയിട്ടിരിക്കുക. ഇവർ 2 പേരും ജീവിതകാലം മുഴുവനും വീൽ ചെയർന്ന് എഴുതി വെച്ച മനുഷ്യരുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ ഇവരുടെ കൂടും കുടുക്കയെല്ലാം ഇട്ട് കളഞ്ഞേച്ച് അവർ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുക.
ചാപ്പലിൽ ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പോലെയല്ലേ നിങ്ങൾ? അച്ഛൻ സംസാരിക്കാൻ ഇച്ചിരി താമസം. അദ്ദേഹം അല്ല എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി. എനിക്ക് ബാക്കി ഭാഗം പൂരിപ്പിക്കാനായിട്ട് വെപ്രാളമാണ്. ഞാൻ പറഞ്ഞു, അല്ല സാറേ, ഭ്രാന്തിയാന്നുള്ളതിന്റെ ലക്ഷണവും വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളതിന്റെ തെളിവുമാണ് ഇന്നിവിടെ നടന്നത്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഒരു മണ്ടന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്. സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ട ജീവിക്കത്തില്ലെന്ന്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കത്തില്ലെന്നുള്ള ആ ഡോക്ടേഴ്സിനും BSc നേഴ്സിനും നേഴ്സുമാരും ലോക അറിവുള്ളവര് ഈ ഡിഗ്രിയും ഈ എഴുതി തന്ന ലിസ്റ്റും കച്ചത്തി വെച്ചോണ്ട് ഇനി നടക്കത്തില്ല, ഇനി വീൽ ചെയറിലുള്ള രക്ഷ, ഇനി ഒരു കാര്യം സാധിക്കാൻ പോകുന്നില്ല, ഈ അറിവ് വെച്ചോണ്ട് നമ്മൾ ഇരിക്കും. സ്വന്തം അച്ഛന്റെ വിദ്യാഭ്യാസത്തിനല്ല ദൈവവചനത്തെ നീ വിശ്വസിക്കേണ്ടത്. ഈ പഠിച്ച അറിവുകൾക്കനുസരിച്ചല്ല ഈ വചനം വിശ്വസിക്കേണ്ടത്. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ശക്തിയാണ് ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് മാറ്റുന്നത്. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ശക്തിയാണ് നഷ്ടപ്പെട്ട സ്പൈനൽ കോഡ് തിരിച്ചു കൊടുക്കുന്നത്. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ശക്തിയാണ് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുന്നത്. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മധ്യ ശരീരങ്ങൾ ജീവിപ്പിക്കുന്നത്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 19ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ലോകത്തിൽ മറ്റൊന്നും നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോസ്തലൻ പൗലോസ് വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ എഫീസിയിലുള്ള വിശുദ്ധന്മാരോട് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ദത്തെടുത്തവർ, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിൽ പുത്രത്വം പ്രാപിച്ചവർ, ക്രിസ്തുവിൽ അടിമത്തത്തിൽ നിന്ന് അവന്റെ രക്തത്താൽ ദത്തെടുത്ത ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. സ്തോത്രം. ഇതാർക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്? സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാ ചെന്ന് വെട്ടുന്നതെന്ന് അറിയത്തില്ല, ഇതെവിടെയൊക്കെയാ ചെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല, ഇത് ആരുടെയൊക്കെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് പറയുന്നു, അതിന്റെ 22ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എഫീസ് ലേഖനം 1-ാം അധ്യായം 22ാമത്തെ വാക്യം. അങ്ങനെ സ്തോത്ര. ഹല്ലേലൂയ. സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവ്വത്തിനും